1885 ഏപ്രിൽ മാസം 5-ാം തീയതി ജനിച്ച് ആ ജനന ദിവസം തന്നെ 1965 ഏപ്രിൽ 5-ാം തീയതി ഈ ലോകത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് 80 വർഷത്തെ തൻ്റെ ലോകജീവിതം അവസാനിച്ച് യാത്രയായ ആ പിതാവ് മലങ്കര സഭയ്ക്ക് വലിയ മാർഗദർശനവും ആത്മീയമായ ചൈതന്യവും പകർന്നു കൊടുത്താണ് ഇവിടുന്ന് യാത്രയാവുന്നത്. 1929 ഗീവർഗീസ് ദിയൻ കാതോലിക്ക ബാവ കാതോലിക്ക സ്ഥാനമേറ്റ ആ ദിവസത്തിന് അടുത്ത ദിവസം തന്നെ ആദ്യമായി അദ്ദേഹം ഒരു മെത്രാപ്പൊലീത്ത സ്ഥാനം കൊടുത്തത് പാമ്പാടി തിരുമേനിക്കാണ് എന്ന ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. തൻ്റെ ജീവിതകാലം മുഴുവനും ഒരു വലിയ തപശ്ചര്യയിൽ ജീവിച്ച മനുഷ്യൻ. ജനിച്ച നാൾ മുതൽ അറിവായ കാലഘട്ടങ്ങളിലെല്ലാം പ്രാർത്ഥനയും നോമ്പും ഉപവാസവും ആചരിച്ചതിൻ്റെ ഫലമായി അന്നുണ്ടായിരുന്ന പിതാക്കന്മാരുടെ എല്ലാം പ്രത്യേക ശ്രദ്ധയ്ക്ക് പാത്രമായി തീർന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും ഒരു പ്രാർത്ഥന ജീവിതമാണ്. മാൻ ഓഫ് പ്രെയർ എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. സുറിയാനി സഭയുടെ പാരമ്പര്യമനുസരിച്ച് ഇഹീതായ സന്യാസ സമൂഹത്തിൻ്റെ ഒരു വക്താവായിട്ടാണ് അദ്ദേഹത്തെ നാം അറിയുന്നത്. ബാല്യകാലത്ത് തനിക്ക് നേടുവാൻ കഴിഞ്ഞതായ ആത്മീയ ശിക്ഷണം അത് 10 മടങ്ങ് വർദ്ധിപ്പിക്കുവാനായിട്ട് പരിശുദ്ധ പരിമല തിരുമേനിയുടെയും വട്ടശ്ശേരി തിരുമേനിയുടെയും ഒക്കെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഫലപ്രദമായി എന്ന് നമുക്കറിയാം. ആ പിതാവിൻ്റെ സന്ദേശം അദ്ദേഹത്തിൻ്റെ ജീവിതമായിരുന്നു എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഒന്നാമത് അദ്ദേഹത്തിന് പറയാനുള്ളത് പ്രാർത്ഥിക്കണം എന്നാണ്. ആരോടും തനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം സന്ദേശം പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. അല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് കൂടുതലായി പറയുവാനില്ല. പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് അത് ഒരു കാര്യവും ചോദിക്കുമ്പോൾ പറയാനില്ലേ എന്ന് ചോദിച്ചാൽ എൻ്റെ അവസാന കാലത്തും പ്രാർത്ഥിക്കണമെന്ന് മാത്രമാണ്. ഞാനൊരു ചെറുബാലനായിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ എന്നെ ഇവിടെ അദ്ദേഹത്തെ കാണുവാൻ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ സാധാരണഗതിയിൽ മിക്കവാറും അമ്മ വരുമ്പോഴൊക്കെ ഞാനും പോരാറുണ്ട്. മറ്റൊന്നുമല്ല, തിരുമേനിയുടെ അടുത്ത് വന്നാൽ ബിസ്ക്കറ്റ് കിട്ടുമെന്നുള്ളതായ ഒരു താല്പര്യം മാത്രമേ അന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പതിവ് പോലെ വന്ന് സംസാരിച്ചതിന് ശേഷം എന്തെങ്കിലും പറയണമെന്നുണ്ടോ എന്ന് തിരുമേനിയോട് അമ്മ ചോദിക്കുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറയുക, വേറൊന്നും പറയുന്നില്ല. ജീവിതം മുഴുവനും പ്രാർത്ഥനയാകുന്നതും ആ പ്രാർത്ഥന മറ്റുള്ളവരേക്ക് പകർന്നു കൊടുക്കുന്നതും തൻ്റെ വലിയ സിദ്ധിക്ക് കാരണമായി തീർന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ജീവിച്ചിരുന്നപ്പോഴും അതിനുശേഷവും ഇന്നുവരെയും അദ്ദേഹത്തിൻ്റെ ഖബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്കും പ്രാർത്ഥനയുടെ അനുഗ്രഹം ലഭിക്കുന്നു. പാമ്പാടി പള്ളിയുടെ വികാരിയായിരിക്കുമ്പോൾ പാമ്പാടി പ്രദേശത്ത് മഴ പെയ്യിക്കാൻ അദ്ദേഹത്തിൻ്റെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ് പ്രയോജനപ്പെട്ടത്.
കുന്നംകുളം പ്രദേശത്ത് പ്ലേഗ് ബാധിച്ചപ്പോൾ ആ പ്രാർത്ഥനാ മനുഷ്യൻ കുന്നംകുളം പ്രദേശത്ത് കാലുകുത്തി അന്നു മുതൽ അവിടെ പ്ലേഗ് കുറഞ്ഞു എന്നുള്ളതാണ്. ഇതൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ശക്തി എന്താണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അത് നമുക്ക് അത്രമാത്രം ബോധ്യമല്ലാത്തത് ആ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ പരിചയിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് വളരെയധികം ജോലി തിരക്കുണ്ട്, വളരെ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. അപ്പോൾ മാറ്റിവെക്കാൻ പറ്റുന്നത് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോൾ നമുക്ക് ആ ആത്മീയ ചൈതന്യം ലോകത്തിന് നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത് തിരുമേനി എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യം, ആ വലിയ വേദശാസ്ത്ര പണ്ഡിതനായിരുന്നില്ല. പ്രാർത്ഥിക്കുന്ന ആളിനേക്കാൾ വലിയ വേദശാസ്ത്രജ്ഞൻ ലോകത്തിലില്ലതാനും. അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ ലളിതമായ ഭാഷയിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. ആരോടും വിരോധം തോന്നരുത്. തീണ്ടലും തൊടിയിലുമൊക്കെയുള്ള കാലമാണ്. ചെറുബാലനായി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മഠത്തിൽ ആശാന്റെ കൂടെ പഠിക്കുമ്പോഴും വിവിധ ജാതിയിൽപ്പെട്ട കുട്ടികൾ അവിടെ വരുമ്പോൾ അവരെല്ലാവരോടും ഒരുപോലെ പ്രവർത്തിക്കുവാൻ, ഇടപെടുവാൻ അദ്ദേഹത്തിന് കഴിയും. മാത്രമല്ല, തൻ്റെ വീട്ടിൽ നിന്ന് തേങ്ങാക്കൊത്തും അതുപോലെ മുട്ടായിയും അങ്ങനെയുള്ളതൊക്കെ കൊണ്ടുവന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമായിരുന്നു, ശൈലിയായിരുന്നു. അപ്പോൾ തനിക്ക് ആരോടും വിരോധമോ വെറുപ്പോ ഒന്നുമില്ല. മനസ്സിലൊരു പകയും ആരോടും ഇല്ലാത്തതായ ഒരു മനുഷ്യൻ. ഇത് നമുക്കൊരു വലിയ വെല്ലുവിളിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നതിന് വിപരീതമായി പറയുകയോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് വിപരീതമായി പ്രവർത്തിക്കുകയോ നമുക്ക് ഇഷ്ടമില്ലാത്തത് പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരോട് വൈരാഗ്യവും വിദ്വേഷവും ഉണ്ടാകുന്നത് സഹജമാണ്. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും പാപത്തിൽ വീണു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മനസ്സിലൊരു വിരോധം തോന്നിക്കഴിഞ്ഞാൽ അത് കഠിനമായി മനസ്സിനെ നാം പുണ്ണാക്കും. മറ്റുള്ളവരോടുള്ളതായ വൈരാഗ്യം കൊണ്ട് നമ്മൾ ആരെക്കുറിച്ച് വൈരാഗ്യപ്പെടുന്നു അവർക്കൊരു ദോഷവും ഉണ്ടാവില്ല. നമ്മുടെ മനസ്സ് കഠിനമായും ദൈവസന്നിധിയിൽ ദൈവം നോക്കുമ്പോൾ യാതൊരു മര്യാദയുമില്ലാത്തതായ ഒരു ഹൃദയമായി മാറുന്നു എന്നുള്ളത്. മുടിയനായ പുത്രൻ്റെ ജ്യേഷ്ഠൻ മുടിയനായ പുത്രനെ പിതാവ് സ്വീകരിച്ചപ്പോൾ ഉണ്ടായ ഒരു ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ ഗ്രഡ്ജ് എന്ന് പറയും. ആ ഒരു വിരോധം, ആ ഒരു പരാതി, ഇത് പലപ്പോഴും നമുക്കുണ്ടാകുന്നതായ സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ജാതീയമായി വെറുപ്പും വിദ്വേഷവും വരേണ്യവർഗം വെച്ച് പുലർത്തിയിരുന്ന സമയത്ത് അത് ആത്മീയമല്ല, ദൈവികമല്ല എന്ന് അറിയിക്കുന്നതിന് വേണ്ടി ആണ് അദ്ദേഹം പ്രഥമമായിട്ടും ആരോടും വിരോധം മനസ്സിൽ വയ്ക്കരുതെന്ന് പറയും. മാത്രമല്ല, ആ കാലഘട്ടത്തിൽ നമുക്കറിയാം സഭാപരമായ വഴക്കുകൾ വളരെ ശക്തമായി നടക്കുന്ന കാലഘട്ടമാണ്. 1912 കാതോലിക്ക സ്ഥാപനമൊക്കെ ഉണ്ടായതിന് ശേഷം വളരെ വഴക്കുകളും കേസുകളും ഒക്കെ നടക്കുന്ന സാഹചര്യമാണ്.
പക്ഷെ അന്നൊക്കെ അദ്ദേഹത്തിന് വ്യത്യസ്തമായി അവരോട് ഉള്ള നിലപാടുണ്ടെങ്കിലും പാദ്രീസ് വിഭാഗമായി യാതൊരു വിരോധവും വെച്ച് പുലർത്താതെ അവരെ സ്നേഹിക്കണം, അവരോട് വിരോധം വെച്ച് പുലർത്തരുത്, എല്ലാവരെയും നമുക്ക് സ്നേഹിക്കണം. അവർ വ്യത്യസ്തമായ നിലപാടാണ്, ആ നിലപാടിനോട് നാം യോജിക്കുന്നില്ല, അത് ശരിയാണ്. പക്ഷേ അവരോട് വ്യക്തിപരമായി വൈരാഗ്യം വെച്ച് പുലർത്താതെ അവരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. കർത്താവിൻ്റെ ക്രൂശിന്മേലുള്ള ആ നിലപാട് അല്ലെങ്കിൽ ആ സ്നേഹമാണ് അദ്ദേഹവും പറയുന്നത്. ഉപദ്രവിക്കുന്നവരാണ്, ക്രൂശി തറയ്ക്കുന്നവരാണെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരോട് വിരോധം വെച്ചു കൊടുക്കാതെ ജീവിക്കുവാൻ സാധിക്കുക എന്നുള്ളത് ആത്മീയമായ ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ വലിയൊരു വെല്ലുവിളി ഉയർത്തിയ പിതാവാണ്. മൂന്നാമത് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് ഏറ്റവും വലിയ ദാനശീലനായ തിരുമേനി എന്നുള്ളതാണ്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതമാർഗത്തെ അനുകരിച്ചതായ 3 പിതാക്കന്മാരിൽ ഒരാളാണത്. പരിശുദ്ധനായ പരിമല തിരുമേനി എന്തുമാത്രം ദാനശീലനായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നാം വായിക്കുന്നു. പാവപ്പെട്ടവരുള്ളതായ കരുണയും മനസ്സലിവും, ജാതീയമായി വെറുക്കപ്പെട്ടവർക്ക് വേണ്ടി സ്കൂളുകൾ സ്ഥാപിക്കുകയും തൻ്റെ അടുക്കൽ വരുന്ന ഒരുത്തർക്കും തൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കാതെ വിടാതിരുന്ന ആ പിതാവ്, അതുപോലെ ഒരു പാരമ്പര്യം പുലർത്തി വന്ന 3 ശിഷ്യന്മാരുണ്ട്. ഒന്നാണ് അൽവാരീസ് മാർ യൂലിയോസ് തിരുമേനി, മറ്റൊന്ന് അതുപോലെ പത്രോസ് ഒസ്താത്തിയോസ് തിരുമേനി, അതുപോലെ പാമ്പാടി തിരുമേനി. പാമ്പാടി തിരുമേനി എന്ന് പ്രത്യേകമായ ദാനശീല പഠിച്ചയാളാണ് മൈലപ്രായിലെ മാത്യൂസ് റമ്പാച്ചൻ. അപ്പൊ ഈ 3-4 പേരെ നമ്മൾ എടുത്ത് പഠിക്കുന്നതായ സമയത്ത് പരിമല തിരുമേനി മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യം ലോകത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് പാവപ്പെട്ടവരെ സഹായിക്കണം എന്ന് പഠിപ്പിച്ചത് അതേപടി തുടർന്ന 3 പിതാക്കന്മാരിൽ ഒരാളാണ് പാമ്പാടി തിരുമേനി. അധകൃത വർഗത്തെ ചേർത്ത് പിടിക്കുവാനും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനും ആഗ്രഹിച്ച പരിമല തിരുമേനിയുടെ ആ പാദങ്ങളെ പിന്തുടർന്നവരാണ് അൽവാരീസ് മാർ യൂലിയോസ് തിരുമേനിയും പത്രോസ് മാർ ഒസ്താത്തിയോസ് തിരുമേനിയും അതുപോലെ പാമ്പാടി തിരുമേനി. അതുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും അധകൃത വർഗത്തിൻ്റെ ഇടയിലായി. 1924 ശ്ലീബാദാ സമൂഹം സ്ഥാപിച്ച് 1968 വരെ തൻ്റെ മരണം വരെയും അതിൻ്റെ പ്രചാരകനായി ജീവിച്ച് അനേകായിരം കുടുംബങ്ങൾക്ക് സന്മാർഗം ഉപദേശിക്കുകയും അവരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുവാൻ ആഗ്രഹിച്ചവരെയെല്ലാം ക്രിസ്തീയ വിശ്വാസത്തിലാക്കുകയും ചെയ്യുന്ന ആ പിതാവ് ഇന്നും സഭയ്ക്ക് ഉള്ളതായ വലിയ ദൗത്യം അതാണ്. പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുവാൻ, സമൂഹം തള്ളിയിരിക്കുന്നവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമം അതെവിടെയെല്ലാം നടത്തുന്നുണ്ടോ അവിടെയെല്ലാം വരേണ്യവർഗത്തിന്റെ വിരോധവും ഉണ്ടാകുമെന്നുള്ളത് നമുക്കറിയാം. അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ക്രിസ്ത്യൻ മിഷനറിമാരും
കന്യാസ്ത്രീകളുമൊക്കെ തല്ലുകൊണ്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റൊന്നിനു വേണ്ടിയില്ല. ക്രിസ്തു മതത്തോടുള്ള അവരുടെ വിരോധമല്ല. നേരെ മറിച്ച് ഈ കന്യാസ്ത്രീകളും മിഷനറിമാരുമൊക്കെ വൈദികരുമൊക്കെ മറ്റുള്ളവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു. മറ്റുള്ളവരുടെ വേദനകളിൽ അവർക്കവിടെ സാമ്യപ്പെടുന്നു, അവർക്ക് നന്മ ചെയ്യുന്നു. കർത്താവിൻ്റെ കാലത്ത് കർത്താവിനെ ക്രൂശിൽ തറച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കർത്താവ് ചെയ്യുന്നതൊന്നും പരീശന്മാർക്കും സാധുക്കർക്കും പുരോഹിതന്മാർക്കും ചെയ്യാൻ മനസ്സുമില്ല, കഴിയുമില്ല. അതുകൊണ്ട് യഹൂദ സമൂഹത്തിലെ ഏറ്റവും ഉന്നത മേഖലയിൽ പ്രവർത്തിക്കുന്ന അവര് ഒരു തച്ചൻ്റെ മരപ്പണിക്കാരൻ്റെ മകനെന്ന് വിളിക്കപ്പെടുന്ന യേശു അവരെ എല്ലാം കാൽ പ്രസിദ്ധനായി തീർന്നു. സ്നേഹിക്കപ്പെട്ടവർ, അവരെല്ലാവരും സ്നേഹിക്കപ്പെട്ടവനായി തീർന്നു എന്നുള്ളത് കൊണ്ടാണ് ക്രിസ്തുവിനെ ക്രൂശിക്കേണ്ടത് അവരുടെ ആവശ്യമായി. ഇന്നും അത് തന്നെയാണ്. പാവപ്പെട്ടതായ ജനങ്ങള് വയലേലകൾ പണി ചെയ്യുവാൻ അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നു എന്നുള്ളതാണ് ക്രിസ്ത്യാനികളുടെ മേലുള്ള ആരോപണം. എന്നാൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് ഈ വരേണ്യവർഗത്തിന്റെ മക്കളെല്ലാവരും വന്ന് പഠിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ആരും അവിടെ പോയി പഠിക്കുന്നില്ല. 99% വടക്കേ ഇന്ത്യയിലുള്ള ആളുകളാണ് പഠിക്കുന്നത്. പക്ഷേ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഞെക്കിക്കൊല്ലുവാൻ പറ്റുന്നതായ പല പല നിയമങ്ങളും ഉണ്ടാക്കി ക്രിസ്ത്യാനികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? പാവപ്പെട്ടവരെ ക്രിസ്ത്യാനികൾ സ്നേഹിക്കുന്നു എന്നുള്ളതും അങ്ങനെ അവരുടെ സേവനം ചെയ്തു പോരുന്നുകൊണ്ട് തദ്ദേശമായിരിക്കുന്ന മറ്റാളുകൾക്ക്, ക്രിസ്ത്യാനികളായിരിക്കുന്ന കന്യാസ്ത്രീകൾക്കോ പുരോഹിതന്മാർക്കോ ലഭിക്കുന്നതായ അംഗീകരണം സമൂഹത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അവരെ ഉപദ്രവിക്കുന്നതിന് കാരണം ഭരണഘടനാപരമായിട്ട് മതത്തെ എതിർക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ഇത്രയും നാൾ ആ മതം ഉണ്ടായിരുന്നതുമാണ്. പക്ഷെ ഇപ്പോൾ പാവപ്പെട്ട അനേകം ആളുകള് വെളിച്ചം മനസ്സിലാക്കുന്നു. അവരടിമവേലയിൽ നിന്ന് മാറി അവരുടെ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിവുള്ളവരായി, വിദ്യാഭ്യാസമുള്ളവരാകുന്നു. അവർക്ക് വരേണ്യവർഗത്തിനുള്ളതുപോലെ വീടും പറമ്പുമൊക്കെ ഉണ്ടാകുന്നു, ജോലി ഉണ്ടാകുന്നു, ആരാധനയ്ക്ക് ദേവാലയങ്ങൾ ഉണ്ടാകുന്നു. ഇതാണ് അവരുടെ പ്രയാസം. പക്ഷെ അത് ക്രിസ്ത്യാനികൾക്കത് പിന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. കാരണം ക്രിസ്ത്യാനികളുടെ അടിസ്ഥാനം സഹോദരനെ നമ്മെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അതിലൂന്നി മുന്നോട്ട് പോകുമ്പോൾ പീഡനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല. പക്ഷേ അതിനെ സഹിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ് ക്രിസ്ത്യാനികളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതെത്രമാത്രം ആരെല്ലാം എതിർത്താലും ക്രിസ്ത്യാനികൾ അവരുടെ ദൗത്യം തുടർന്നുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടി മരിക്കേണ്ടി വന്നാലും മരണത്തെയും ഭയപ്പെടാതെ പോകുന്ന ക്രിസ്തുവിൻ്റെ മക്കളാണ് നമ്മൾ. ആ വലിയ സന്ദേശം പാമ്പാടി തിരുമേനി തൻ്റെ സ്വന്തം ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി മറ്റുള്ളവർക്ക് ആവശ്യക്കാരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുവാൻ നമ്മളെപ്പോഴും തയ്യാറാകണം എന്നുള്ളതായ സന്ദേശം പാമ്പാടി തിരുമേനിയുടെ ഈ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്കും ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.